ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൻപയർ കുമ്പളങ്ങ ഇട്ട് വെക്കുന്ന ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു 15 to 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു 1/4 കപ്പ് വൻപയറാണ്. അതൊന്ന് കുതിർത്തി വയ്ക്കുക, എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ. വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 1/4 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ നമ്മൾ അരിയുമ്പോൾ ചെറുതാക്കിയല്ല അരിയേണ്ടത്, ഇത്തിരി വീതി വേണം, എന്നാൽ കനം കുറച്ചിട്ട് വേണം അരിയാൻ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇച്ചിരി വീതിയിൽ, പക്ഷേ എന്നാൽ കനം വളരെ കുറവായിരിക്കണം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ഓലൻ അരിയുമ്പോൾ ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പയർ വേവിച്ചിട്ട് ബാക്കിയിൽ വെള്ളം ഉണ്ടാവും. ചിലപ്പോൾ ആ വെള്ളം നമുക്ക് ഊറ്റി മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. മാറ്റിയില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറിക്ക് കറക്റ്റ് വൈറ്റ് കളർ കിട്ടില്ല എന്നുള്ളൂ. ആ വൻപയറിൻ്റെ കളറ് കയറി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 2ാം പാലിൽ ഇത് വേവിക്കുക കേട്ടോ. കഷ്ണങ്ങളും ഈ വൻപയറും കൂടിയിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. നമ്മൾ പാത്രത്തിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ, കുക്കറിലല്ല, ജസ്റ്റ് ഒരു പാത്രത്തിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേവിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ കുക്കറിലായതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈമിൽ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ കറി ഒന്നും കൂടി നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വരണ വരെ, അധികം വറ്റണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി വരണ വരെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ തേങ്ങ എടുത്തേക്കുന്നത്, അതിൻ്റെ ഒരു അരമുറി നാളികേരം എടുത്തിട്ട് അതിൻ്റെ പാലാട്ടം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർക്കുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്തതിന് ശേഷം നമ്മളിത് കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കേട്ടോ. ചെറിയൊരു തിള വരണ വരെ ചൂടാക്കിയിട്ട് കറി ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പയറിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി മാറ്റുകയാണെങ്കിൽ കറക്റ്റ് വൈറ്റ് കളറിൽ നമുക്ക് കറി കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഊറ്റി മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പയറിൻ്റെ സത്ത് ആ വെള്ളത്തിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊറ്റി മാറ്റണമെന്നൊന്നുമില്ല. എന്നാൽ ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി ഇവിടെ ഫുള്ള് തീർന്നിരിക്കുക. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി എടുക്കുന്നത്. കാരണം അത് ഇരിക്കുമ്പോൾ, അതായത് കറി ഒന്ന് കുറച്ചൊരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴേക്കും കറി ഒന്നും കൂടി കട്ടയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താലാണ് നമുക്ക് സദ്യയിൽ വിളമ്പുമ്പോൾ കറക്റ്റായിട്ട് വിളമ്പാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഏകദേശം ഒരു 20 പേർക്ക് വിളമ്പാൻ പറ്റുന്ന അളവാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സദ്യയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കറി വെക്കണമെന്നുണ്ടെങ്കിൽ പയർ ഒരുമിച്ച് വേവിക്കുക. നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എരിശ്ശേരിക്കും ഇതിനെ കൂടി പയർ ഒരുമിച്ച് വേവിച്ചിട്ട് അതിൽ നിന്ന് പയർ കുറച്ച് ഇതിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.